ചിത്രരചനയുടെ ലോകത്ത് പിച്ചവെച്ചു തുടങ്ങി. കുടുംബത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിലനിൽക്കാൻ പറ്റുന്നത്. അതൊരു കാര്യം. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവർ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് എനിക്ക് എവിടെയെങ്കിലും വർക്ക് ഉണ്ട് പോകേണ്ടി വരുമോ ചെയ്യേണ്ടി വരുമോ ചെയ്ത സമയത്ത് അമ്മയച്ഛൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. മോളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ വന്ന് നിൽക്കും. അവരുടെ പ്രായത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നാണ് അവർ ഓടി വരാറുള്ളത്. എനിക്ക് വിദേശീയരുൾപ്പെടെ നിരവധി ആളുകൾ നന്ദിതയുടെ ചിത്രരചനകൾക്കായി സമീപിക്കുന്നു. കൂടാതെ വിദേശീയരുൾപ്പെടെ പലർക്കും ആലേഖ്യ എന്ന ആർട്ട് ഗാലറിയിലെ തന്റെ ചിത്രങ്ങൾ കാണുവാനും ചുവർചിത്രരചനയുടെ പാഠങ്ങൾ പകർന്നു നൽകുവാനും നന്ദിത അവസരമൊരുക്കുന്നുണ്ട്. ഞങ്ങളിടയ്ക്ക് ക്ലാസ്സുകൾ നടത്താറുണ്ട്, വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്. പുറത്ത് കേരളത്തിന് വെളിയിൽ നിന്ന് പല കോളേജുകളിൽ നിന്ന് കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെറിയ വർക്ക്ഷോപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് ഗാലറിയിൽ. ചുവർചിത്രകല എന്നത് ദൈവീകതയുടെ മൂർത്തിഭാവമായി കാണുന്ന നന്ദിത നിറഞ്ഞ പ്രാർത്ഥനയോടെയും ദൈവഭക്തിയോടെയുമാണ് ഓരോ രചനകളെയും സമീപിക്കുന്നത്. നിരവധി എക്സിബിഷനുകളിൽ നന്ദിതയുടെ വർണ്ണവിസ്മയം തീർക്കുന്ന ചിത്രരചനകൾ നിറസാന്നിധ്യമാകാറുണ്ട്. ഞങ്ങൾ ദർബാർ ഹാളിൽ ഒരു എക്സിബിഷൻ ചെയ്തിരുന്നിടത്ത് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് വന്ന് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയി. ഈ സത്യസന്ധമായി കലയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് അധികവും. കാരണം മറ്റുള്ളവരുടെ ചിത്രങ്ങളിൽ കാണാത്തത് ഇത്രയും എന്താ പറയുക ആത്മാർത്ഥമായിട്ടുള്ള ഇതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്, അപ്പോൾ അതേ തുടർന്നും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഒരുപാട് പേര് അത്തരം ആശംസകൾ തന്നിരുന്നു. ഏറെ ക്ഷമയും അർപ്പണവും ഭക്തിയും ആവശ്യമുള്ള ചുവർ ചിത്രരചനയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച നന്ദിതയെ തേടി പലവിധ പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. നന്ദിതയ്ക്ക് വരയ്ക്കാൻ ഇനിയുമുണ്ട് ഒട്ടേറെ. ചുവർ ചിത്രരചനയുടെ പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു നന്ദിത. ചുവർ ചിത്രകലയുടെ പുതിയ തലങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചും വരച്ചും മുന്നേറുന്നു നന്ദിത ബാബു എന്ന യുവ കലാകാരി.